ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാല് ഭയങ്കര വൈറലായിട്ടുള്ള ഈ ഒരു വാസലിൻ ഗ്ലൂട്ട ഹയ ഡൂയി റേഡിയന്റ് സിറമിൻ ലോഷന്റെ റിവ്യൂ വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഒരുപാട് നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള റിവ്യൂ വീഡിയോസ് യൂട്യൂബിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. എനിക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. എനിക്ക് യൂസ് ചെയ്തിട്ട് ഇത് ഭയങ്കരമായിട്ട് റിസൾട്ട് ഉണ്ടായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പോ ഇത് ഏകദേശം ഈ ഒരു പ്രൊഡക്റ്റ് തീരാറായിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ട് ഇത് തീരാറായിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഒരു പാക്കേജിങ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ ഒരു ട്യൂബ് പാക്കേജിംഗിലാണ് ഇത് വരുന്നത്. അത്യാവശ്യം സെക്യൂർ ആയിട്ടുള്ള ഒരു പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് ലീക്ക് ആവും അങ്ങനത്തെ ഒരു പേടിയൊന്നും വേണ്ട. ഭയങ്കര ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് വന്നിട്ട് 200 ml പ്രൊഡക്റ്റ് ആണ് കേട്ടോ. പിന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് 325 ആണ് കേട്ടോ. ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് 170 റുപ്പീസിനാണ് കേട്ടോ. ആമസോണിൽ ഓഫർ ഉള്ള സമയത്താണ് ഞാൻ ഇത് വാങ്ങിച്ചിട്ടുള്ളത്. ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് യൂസ് ചെയ്തിട്ട് എന്ന് പറഞ്ഞാല് യൂസ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് വെളുത്തിട്ട് പാറുന്നൊന്നും വിചാരിക്കണ്ട. അത്യാവശ്യം ഒരു ബ്രൈറ്റൻ ഉണ്ടാവും ഫേസിന്. ഒരു ഷെയ്ഡോ ഒക്കെ ലൈറ്റ് ആവാന്നല്ലാണ്ട് അത്ര വെളുത്തിട്ട് പാറൊന്നുമില്ല. പക്ഷെ നല്ലതാണ് കേട്ടോ. പക്ഷെ നന്നായിട്ട് മോയ്സ്ചർ ചെയ്ത് വെക്കും സ്കിന്നിനെ. ഭയങ്കരമായിട്ട് ലൈറ്റ് വെയിറ്റ് ആണിത്. അതേപോലെ ഭയങ്കര വാട്ടറി കൺസിസ്റ്റൻസി ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലൊരു ബോഡി ലോഷൻ ആണ്. ബോഡി ലോഷൻ നമ്മളെ ഫേസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ലോഷനാണ് കേട്ടോ. ഫേസിൽ യൂസ് ചെയ്തിട്ട് എനിക്ക് പ്രത്യേകിച്ച് പിമ്പിൾസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടൊന്നുമില്ല. ഫേസിലുള്ള പിഗ്മെന്റേഷൻ ഒക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട്സ് ഇല്ലേ, അതൊക്കെ 1-2 ആഴ്ച യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്കത് നല്ലോണം കുറയണതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ നിയാസിനമൈഡ് ഉണ്ട്. നിയാസിനമൈഡ് ഉള്ളതുകൊണ്ട് തന്നെ ഫേസിലുള്ള പിഗ്മെന്റേഷൻ ഒക്കെ കുറയും. ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറയും. അതേപോലെ നമ്മുടെ ഫേസ് ഒന്ന് ഈവൻ ടോൺ ആക്കും. ഗ്ലൂട്ടാത്തയോൺ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഗ്ലൂട്ടാത്തയോൺ നമ്മുടെ ഫേസിൽ നല്ലതുപോലെ തന്നെ നല്ല ഗ്ലോ ആയിട്ടും അതേപോലെ ഒന്ന് ലൈറ്റൺ അപ്പ് ആവാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യണ ഒരു ബ്രൈറ്റൺ ആവാൻ ഫേസ് നല്ലതുപോലെ ബ്രൈറ്റൺ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണ ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയണത്. കണ്ടോ കയ്യിൽ കണ്ടോ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരണ, ഭയങ്കരമായിട്ട് അലിഞ്ഞിങ്ങനെ ഇറങ്ങി വരുന്ന പോലെ. നമുക്ക് കാണിച്ചു തരാം. ഇതാണ് ഇട്ടിട്ടുണ്ട് എന്റെ കയ്യിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അത്രയ്ക്കും നമ്മുടെ സ്കിന്നിലോട്ട് അങ്ങനെ മെൽറ്റ് ചെയ്ത് പോകട്ടോ. നമുക്ക് കാണിച്ചു തരാം. കണ്ടോ ആ ഒരു ബ്രൈറ്റനിങ് കണ്ടോ ഞാൻ സ്കിന്നിലിട്ടിട്ട് കണ്ട അത്രയും ഒരു വൈറ്റ് കാസ്റ്റോ അങ്ങനെ ഒരു സംഭവമില്ല. പിന്നെ നല്ലൊരു കൂളിംഗും ഉണ്ട് കേട്ടോ അതിന്. ഇതേപോലെ ഒരു നല്ലൊരു കൂളിംഗും ഉണ്ട്. നല്ലൊരു കൂളിംഗ് ഉണ്ട്. ഞാനിത് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത് നൈറ്റ് ടൈമിലാണ്. മോർണിംഗിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു SPF കൂടി ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ഇതിനെ കുറിച്ചിട്ട് ഒരു നെഗറ്റീവ് എനിക്ക് എന്തായാലും പറയാനില്ല. നെഗറ്റീവ് എന്ന് പറയാനുള്ളത് വെളുത്തിട്ട് മാറൊന്നുമില്ല. എന്തായാലും അത് വിചാരിച്ചിട്ട് എന്തായാലും യൂസ് ചെയ്യേണ്ട. നമ്മളെ സ്കിന്നൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രൈറ്റൻ ആവുള്ളൂ. വെളുത്ത് പാറെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മേടിക്കാൻ വേണ്ട. പക്ഷെ നല്ലൊരു മോയ്സ്ചറൈസർ ആണ് നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ നമ്മുടെ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഞാനത് പ്രിഫർ ചെയ്യണില്ല. ഡ്രൈ സ്കിൻ ഉള്ളവർക്ക്, ഓയിലി സ്കിൻ ആണെങ്കിൽ ഇത് ഭയങ്കര വാട്ടറി കൺസിസ്റ്റൻസിയാണ്. അവരുടെ സ്കിന്നിക്ക് അങ്ങനെ അബ്സോർബ് ചെയ്ത് പോയിക്കോളും. ഒരു സ്കിൻ ടോൺ വന്നിട്ട് ഓയിലി സ്കിൻ ടോൺ ആണ്. എനിക്കിത് ഭയങ്കര അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫേസിൽ അപ്ലൈ ചെയ്ത് വിചാരിച്ചിട്ട് വേറെ പിമ്പിൾസ് വരിക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് കമന്റ് ബോക്സിൽ വന്നിട്ട് പറയണം കേട്ടോ. വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റിന്റെ റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിലും കമന്റിൽ വന്നിട്ട് പറഞ്ഞാൽ മതി. എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.